അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, പിന്നെ നമ്മളൊരു വെയിറ്റ് ലോസ് ചാലഞ്ചിലായിരുന്നു, 50 days ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ച്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൽ 10 ദിവസം മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പത്തിന് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളും ക്ലൈമറ്റിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ന്യൂ ഇയറിൽ നമുക്ക് ഇനിയും സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ലായ്ക്കുട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ലായ്ക്കുട്ടിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഓൺലൈനൊന്നുമല്ല, ഞാൻ നോർമലി ഗ്രോസറി ഷോപ്പിങ്ങിന് പോയ ടൈമിൽ അവിടെ കണ്ട് എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു പ്രൊഡക്റ്റ് വാങ്ങിയതാണ്. ഞാൻ ഇതുവരെ ലായ്ക്കിനത് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ആദ്യം ലായ്ക്കിനത് കൊടുക്കുന്നതും പിന്നെ കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടുമോ എല്ലാം എനിക്ക് കാണണം. അപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും, കാരണം എങ്ങനെയാണെന്ന് അറിയില്ല. കുറച്ച് ഇപ്പോൾ ലായ്ക്കിൻ്റെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വയസ്സ് 2 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ടോയ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ടൈമാണല്ലോ, ഫോൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റം ആണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതന്നെ. പിന്നെ ഞാനിനി പ്രൊഡക്റ്റ് കാണിച്ചു തരാം, ഒന്നും പറയണില്ല. പിന്നെ ഇപ്പോഴാണ് ഹെൽത്തൊക്കെ നോക്കിയത്, അതാണ് വീഡിയോസിൽ ഇങ്ങനെ ചെറിയ ഇതൊക്കെ വന്നത്. എന്തായാലും കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഇനി ഞാൻ പ്രൊഡക്റ്റ്സ് എന്താണെന്ന് കാണിച്ചു തരാം. ലായിനെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് ലായിക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എനിക്കറിയില്ല ലായിക്ക് ഇഷ്ടപ്പെടുമെന്ന്, കാരണം ഞാൻ ഇതുവരെ ലായിക്ക് അത് കൊടുത്തിട്ടില്ല. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ലായിൻ്റെ ലൈവ് റിയാക്ഷൻസ് നിങ്ങളും കൂടി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇനി ലായിക്ക് കൊടുത്ത് നോക്കാം. ലായി, ഇതാണ് ഒന്നാമത്തെ ഇതിൻ്റെ റീസൺ. ലൈക്ക് പെന്നൊക്കെ ഭയങ്കര ഇഷ്ടം. ആരെങ്കിലുമൊക്കെ പോക്കറ്റിൽ പെന്നൊക്കെ കണ്ടാൽ ലൈ നല്ലപോലെ അത് എടുക്കലും പിന്നെ എന്തെങ്കിലും എഴുതും, കൈമലൊക്കെ എഴുതുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ലൈക്ക് വാങ്ങിച്ചു കൊടുത്തതാണ്. ഇനി ഞാൻ അത് ഓപ്പൺ ചെയ്ത് ലൈക്ക് കാണിച്ചു കൊടുക്കട്ടെ. ആളിപ്പോൾ കാണിക്കണത് അത് ഇറൈസ് ചെയ്യാൻ പറ്റിയൊരു ഇറൈസറുണ്ട്, അപ്പോൾ ഡസ്റ്റർ. അപ്പോൾ ഇത് വെച്ചിട്ട് ആളിങ്ങനെ ഫോൺ ചെയ്യാണ് കേട്ടോ. ഇനി ഞാനിത് കൊടുക്കാൻ പോവാണ്. ലായി, ലായി, ഓ ലായിക്ക് മനസ്സിലായിട്ടോ, അതത് എഴുതാനുള്ളതാണൊക്കെ. അപ്പോൾ ഇനി ആ ലായിക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലാവുമെന്ന് അറിയില്ല. ലായി അതിൻ്റെ കൈമലൊക്കെ ആവും കേട്ടോ. അതൊന്ന് അതിന് കൈമലാവാത്ത ടൈപ്പ് മാർക്കർ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊന്ന് അടുത്തുള്ള ടൈമിലേ കൊടുക്കാൻ പറ്റുള്ളൂ. വായിലിടുന്നൊക്കെ എല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഐറ്റം. ഇത് വന്നിട്ട് 1 സൈഡ് നമുക്ക് മാർക്കർ കൊണ്ട് എഴുതാം, പിന്നെ 1 സൈഡ് നമുക്ക് ചോക്ക് പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വേണ്ട പൊന്നു, നമുക്ക് ഇതിൽ ഇത് നോക്കാം. ഇതൊക്കെ പൊന്നു, ഇത് വെച്ചിട്ട് നമ്മൾ ലായിൻ്റെ പേര് എഴുതി തരാം. ലായിക്ക്. മമ്മ ലായിൻ്റെ കൈ പിടിച്ച് എഴുതി തരാം. LAIQ, ലൈക്ക്. ഇനി നമുക്കിത് എറൈസ് ചെയ്യാം. അയ്യോ പോയല്ലോ. ഇനി ഇത് പിടിക്ക് പൊന്നു. ഇനി നമുക്കിതിൽ എന്താ എഴുതുക? അബ്ബ. പൊന്നു എഴുതുക അബ്ബ. ഒറ്റക്ക് എഴുതാണ് കേട്ടോ. എങ്ങോട്ടാ ചോക്കുകൊണ്ട് എങ്ങോട്ടാ? അതുമില്ലല്ല എഴുതുക, ഇതിലാണ് എഴുതുക. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുത്തുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് കളിക്കാൻ കൊടുക്കാൻ പറ്റുക. കാരണം ചോക്ക് വായിലിടും, പിന്നെ അതുപോലെ കളറൊക്കെ ആകെ മേലിലും ബെഡിലും അങ്ങനെയൊക്കെ ആക്കും. അപ്പോൾ അതിനൊക്കെ ഒരാൾ എടുത്തുള്ളപ്പോൾ അറ്റൻഷൻ ഉള്ള സമയത്ത് മാത്രം ഇത് കൊടുക്കുക. അത്യാവശ്യം അവർ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മാർക്കർ വെച്ചിട്ട് വരക്കുമ്പോൾ കയ്യുമ്മലാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക എപ്പോഴും കേട്ടോ. മാർക്കർ വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വാവാ.
ഡ്രസ്സിലാക്കല്ലേ പൊന്നോ. ഇനി ഇങ്ങനെ മമ്മ ഇടാട്ടോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. ഞാൻ ലായിക്കുട്ടൻ്റെ കണ്ടില്ലേ ഈ ക്യാപ്പ് ഇട്ടിട്ട് ഇപ്പോൾ ഇത് വായിലിടുകയാണ്. അപ്പോൾ ക്യാപ്പില്ലാതെ കൊടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക എന്താ വായിലിടണേ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ അറ്റൻഷനുള്ള സമയത്ത് മാത്രം കൊടുക്കുക. അവർ അത്രയും നല്ലപോലെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ കൈമലാവാത്ത മാർക്കറൊക്കെ ഉണ്ടാവുമല്ലോ, അത് വാങ്ങിക്കൊടുക്കാൻ നോക്കുക. ഇനി എനിക്ക് അതൊന്ന് നോക്കണം. അപ്പോൾ ഇതാ ലായിക്കുട്ടൻ ഈ മാർക്കർ തുറന്നു കൊടുക്കാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ കരയണത്. ഇതാ എഴുതണമൊക്കെ ഉണ്ട്, കയ്യുമ്മലും ആവണുണ്ട്. അതാണ് ഇപ്പോൾ പ്രശ്നം. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി കൈമലാവാത്ത മാർക്കർ വാങ്ങിയിട്ട് അത് ലൈക്കിന് കൊടുക്കണം. കാരണം ലൈക്കിൻ്റെ കയ്യിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാ ലൈക്കിന് പോകുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ഇങ്ങനെ കരയണത്. ഇതാ ഇത് ഓല്ലോ കരഞ്ഞു പോവാ. വേണ്ട കരയണ്ട. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ കരയണത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റാണ്. വൺ സൈഡിൽ വൈറ്റ് ബോർഡും പിന്നെ വൺ സൈഡിൽ ഇങ്ങനെ സ്ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഡസ്റ്റർ വെച്ചിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഇത് കുറച്ചും കൂടി വലിയ കുട്ടികൾക്കാണെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുക. ഇത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ ആണെങ്കിൽ ഞാൻ ലിങ്ക് തരാം. ഇവരെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു മിറർ പോലെയാണ്. നമ്മൾ എന്താണോ കാണിക്കുന്നത് അതിന് അതുപോലെ തിരിച്ച് കാണിക്കും. അപ്പോൾ അവർക്ക് ഈ സമയത്ത് നല്ലത് പറഞ്ഞു കൊടുത്താൽ പിന്നെ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. ഇപ്പം തന്നെ ക്യാച്ച് ചെയ്യണോ എന്നൊക്കെ ചോദിക്കണവരോട് ഇങ്ങനെ ചെറിയ കാര്യങ്ങളായിട്ട് തുടങ്ങുക. അപ്പോൾ ലായി കുറേ സംഭവങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും. ഇപ്പം മൂടുണ്ടോയെന്ന് അറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ. ക്ലാപ്പ് ലൈ ടാറ്റ ലൈ ഔവ. അപ്പോൾ അതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലത് മാത്രം കുട്ടികൾക്ക് ഈ ടൈമിൽ പഠിപ്പിച്ചു കൊടുക്കുക. എൻ്റെ മൈക്കൊക്കെ ഊരി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ ചിലപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ആയിക്കോട്ടെ സങ്കടമായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ചെറിയ കുഞ്ഞുമക്കളില്ലേ സിസ്റ്റേഴ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയാൽ എന്തായാലും ഷെയർ ചെയ്യുക. അപ്പോൾ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവണ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇനിയും ലെങ്ത്ത് കൂട്ടിയാൽ എൻ്റെ മൈക്ക് ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ഡ്രസ്സിലൊക്കെ ഇത് വെച്ച് വരയും. അപ്പോൾ ഞാനും എൻ്റെ ലായിക്കുട്ടനും ഈ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ഞാനും ലായിക്കുട്ടനും പോവുകയാണ് കേട്ടോ. ബൈ. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഇയറിൽ കാണാം. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിലാവും. ഞാനിത് എടുക്കുന്നത് ഇപ്പോൾ ഡിസംബർ 31-നാണ്. അപ്പോൾ ഇതെങ്കിൽ ലായിക്കുട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്